ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രൻറ്റ് വിഷൻസ്. അപ്പം ഇന്ന് ഞാൻ സാധാരണയുള്ളതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ കഥ പറയൽ, രാമായണം കഥ പറയലൊക്കെ ഇരുന്ന വീഡിയോ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു, പുതിയൊരു നൂറ്റാണ്ടിൻ്റെ ആരംഭമാണ്, പുതിയൊരു മലയാള വർഷത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം 1. അപ്പോൾ പുതിയൊരു വർഷം വരുമ്പോൾ നമ്മളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണ്ടേ. അപ്പോൾ ഞാനും വിചാരിച്ചു, ശരി, പുതിയൊരു വർഷം ഒരു നല്ല തീരുമാനമൊക്കെ എടുത്ത് നല്ലൊരു മാറ്റമൊക്കെ കൊണ്ടുവരാം. ഇപ്പം ചിങ്ങം വന്നു, ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത്. ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ ഒപ്പം ഓടി ചാടി വരുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഓണ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും പഠിച്ച് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഓണ എക്സാം ആകുമ്പോഴേക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സുഖകരമായിരിക്കണം എന്നില്ല പഠനമൊന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ 1-ാം തീയതി ആയിട്ട് ഇന്നൊരു നല്ല ദിവസമായിട്ട് പഠിച്ച് തുടങ്ങാം. ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ട ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഒരു കുഞ്ഞ് ടൈം ടേബിളൊക്കെ റെഡിയാക്കാം, അതിനായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ച് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ല, നിങ്ങൾ സ്റ്റുഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ഡേയ്സിനായിട്ടും പിന്നെ എനിക്കുള്ള സബ്ജക്റ്റിൻ്റെ അത്രയും കോളം വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കോളങ്ങളായിട്ട് വരയ്ക്കുക. എന്നിട്ട് ആദ്യം ഡേയ്സ്, നമുക്ക് എത്ര ദിവസം ഉണ്ട് എന്ന് എഴുതാനുള്ളതൊക്കെ ഒരു കോളായിട്ട് വിടുക. എന്നിട്ട് നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് വരച്ചിട്ട് കോളാക്കിയിട്ടൊക്കെ വരച്ചിട്ട് ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ഫസ്റ്റ് പേര് എഴുതി കൊടുക്കാം. എന്നിട്ട് ഓരോ ഡേറ്റും നമുക്ക് ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റർ എത്രയൊക്കെ പോർഷൻസ് പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇന്ന് 17-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമുക്ക് എത്ര ദിവസം എക്സാമിന് ഉണ്ടാവും? 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി എക്സാം തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എണ്ണി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-17 ദിവസത്തോളമാണ് വരുന്നത്. 4-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് ഉണ്ടെങ്കിൽ 3-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് 3-ാം തീയതി എന്തായാലും തലേ ദിവസം നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 3-ാം തീയതി ഞാൻ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് എഴുതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്ററാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമ്മൾക്ക് ഈ ടേബിളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓരോ ദിവസം. ഇപ്പം ഒരു ചാപ്റ്ററിന് എനിക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ദിവസം, ടഫ് ആണെങ്കിൽ കൂടുതൽ ദിവസം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കുറച്ച് ദിവസം ഞാൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി റൊട്ടീൻ ആയിട്ടൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൈം ടേബിളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ച പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനിയിപ്പം ഇപ്പം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസവും നമ്മുടെ സ്കൂളിൽ പോർഷൻസ് എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചു തീർക്കാനൊരു ദിവസമാണല്ലോ, അത് ആ ടൈമിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസങ്ങൾ ലാസ്റ്റ് മാറ്റി വെച്ചത്. പിന്നെ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഓരോ പാഠങ്ങൾ ഞാൻ ആദ്യം ചാപ്റ്ററിൻ്റെ പേര് എഴുതാൻ വെച്ചാൽ സ്ഥലം ചെയ്യാനായിട്ട് ചാപ്റ്റർ 1, 2, 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഓരോന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കളറൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓരോന്നിൽ പച്ചക്കോളം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു മോട്ടിവേഷനൊക്കെ തരുന്ന സംഭവമായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ പഠിക്കാൻ കൂടുതൽ ഉത്സാഹം ഉണ്ടാവുമോ അങ്ങനത്തെ മെത്തേഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബോഗി നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുണ്ടാവില്ല. നമ്മളിപ്പോൾ നേരെ കണ്ടല്ലോ. അപ്പം ഞാനിപ്പം അതിൻ്റെ ഒരു ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു ഇന്നത്തെ ദിവസത്തേക്കുള്ളത്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തേക്കുള്ളതും നമ്മളിതുപോലെ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പോർഷൻസ് തീർക്കാനായിട്ട് കഴിയും. അതുപോലെ ഞാൻ പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ഭംഗിയിൽ എഴുതി വെച്ചിട്ടോ ഒട്ടിച്ച് വെച്ചിട്ടോ കാര്യമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പ്രൊക്കാസ്റ്റിനേഷനോടെ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. എഴുതി വെച്ചത് ആ പേപ്പർ നഷ്ടമായി എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ അത് മടി കൂടാതെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇനി 1, 2, 3 കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അത് പ്രോ ആയിട്ടുള്ള ടിപ്സ് ഒന്നുമല്ല. ഇതുവരെയുള്ള എൻ്റെ എക്സാമിൽ എനിക്ക് ഹെൽപ്പായിട്ടുള്ള കുറച്ച് ടിപ്സാണ്, കുറച്ച് സ്റ്റഡി ടിപ്സാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ഒരു ആപ്പാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്. എനിക്ക് തോന്നുന്നു അധികം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത്. ഞാനിപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് അധികം അറിയൊന്നുമില്ല. അവരാരും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഏതാണ്ട് 8-ാം ക്ലാസ് മുതൽ എൻ്റെ ഫോണിൽ അത് ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ ആപ്പ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു ആപ്പാണ്. ഞാനേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഇതിൽ ആഡ് ചെയ്യാം. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ്. ഇപ്പോൾ ഞാൻ +1 ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് എനിക്കധികം യൂസ്ഫുൾ ആവണമെന്നില്ല. പക്ഷേ സയൻസ് എടുത്തവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ആപ്പാണ്. ഞാൻ 10-ാം ക്ലാസ്സിലായാലും കഴിഞ്ഞ വർഷം ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വിഷ്വലൈസ്ഡ് ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കാനൊക്കെ നല്ല
നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്. അതിൽ പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ദീക്ഷ ആപ്പിനെ കുറിച്ച് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ദീക്ഷ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റായിട്ട് നമുക്ക് സജഷനിൽ വരുന്നതാണ് ഈ ആപ്പ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യാൻ അധികം നെറ്റ് പോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കുറച്ച് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ വരും. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലാംഗ്വേജ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാവുന്നതാണ്. മലയാളമൊന്നും അതിലില്ല. പിന്നെ നമ്മൾ സ്റ്റുഡൻ്റ് ആണോ ടീച്ചറാണോ വർക്കിംഗ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാം. പിന്നെ അതിൽ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഒക്കെ ഉള്ള 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണും ഓരോ പോർഷൻസ് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു QR കോഡ് ഉണ്ടാവും അല്ലേ. ആ QR കോഡ് ശരിക്കും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലത്തെ സ്കാനർ വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അതിൽ നമ്മൾ ഏത് മീഡിയ ആണ് പഠിക്കുന്നത് ക്ലാസ് ആണെന്ന് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിലത്തെ വീഡിയോസ് കാണാനും പറ്റും. ആ QR കോഡ് സ്കാൻ ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് 10ാം ക്ലാസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഉണ്ടായി. ഇതാ ബയോളജി. ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ട് ആദ്യം നമ്മൾ തൊടുമ്പം എന്തായാലും ഇങ്ങനെ അണേബിൾ ടു ലോഡ് കണ്ടന്റ് അങ്ങനെയുള്ളതേ കാണിക്കുള്ളൂ. ചിലപ്പോൾ രണ്ടാമത് തൊടുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കാണിക്കുക. പക്ഷെ മൂന്നാമത് നമ്മൾ നോക്കുമ്പോഴേക്കും പിന്നീട് ആ വീഡിയോ പ്ലേ ആവും. കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണല്ലോ. ബയോളജിക്ക് നമ്മൾ ഈ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും യൂസ് ആയിട്ടുള്ളത് ബയോളജിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ബാക്കിയുള്ളതിൻ്റെയും വീഡിയോസൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ പോയി നോക്കാം. പിന്നെ എക്സാമിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചാപ്റ്ററും ഇപ്പം നമ്മൾ പ്ലാന് സെറ്റാക്കിയതിൻ്റെ ഒപ്പം പഠിച്ച് പോകുമ്പോൾ നമ്മൾ പഠിച്ച ആ പാഠത്തിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ PYQs ഒക്കെ നോക്കി പോകുക എന്നുള്ളതാണ്. PYQs നോക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് മേഖലകളിലൂടെ നോക്കാൻ കഴിയും അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിൽ ആ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ കുറച്ച് സമയം പിടിക്കും. അപ്പം ഞാൻ PYQ എപ്പോഴും നോക്കാനായിട്ട് പ്രിഫർ ചെയ്യാറുള്ളത് ലേബറിൻ്റെയാണ്. ഇതിൽ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും അതിൻ്റെ PYQs ഓരോരോ മാർച്ചിൽ വന്നതാണോ ഓൺ എക്സാമിൽ വന്നതാണോ അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് PYQs ഉണ്ടാവാറുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ലേബറിൻ്റെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ലേബറിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PYQs ഒക്കെ നോക്കാൻ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ PYQs ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇന്നാണെങ്കിൽ യൂട്യൂബിലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു പാഠത്തിൻ്റെ PYQs ഒക്കെ ഇങ്ങനെ ഓരോരോ വെബ്സൈറ്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് എപ്പോഴും നല്ല ഒരു ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുമ്പോൾ നമ്മൾ വായിക്കും എഴുതും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ബ്രെയിനിന് ഡബിൾ വർക്കാണല്ലോ. അപ്പോൾ അത് മറന്നു പോകാനുള്ള ചാൻസും കുറവാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് വായിക്കുന്നതിൻ്റെ ഒപ്പം എഴുതും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ടിപ്പായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ജൂണിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരുപാട് ക്ലാസ് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ക്ലാസ് ടെസ്റ്റുകളിലൊക്കെ അത്യാവശ്യം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓണപരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാതെ പഠിക്കുന്നവരായി കഴിഞ്ഞാലും ഈ ഒരു പ്ലാൻ വെച്ച് ഫോളോ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൺ എക്സാമിൽ നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. വീണ്ടും പറയട്ടെ, ഇത് എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ വീഡിയോ ഒന്നും ചെയ്ത് ശീലമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് പോലെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം സ്റ്റുഡൻസിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ആൾ. ബൈ.